സുരേഷ് ഗോപിയുടെ ഇന്ദിരാഗാന്ധിയാണ് ഭാരത മാതാവ് എന്ന പ്രതികരണത്തിൽ ബി.ജെ.പിയിലും ആർ.എസ്.എസിലും പ്രതിഷേധം പുകയുകയാണ്. ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നുണ്ട് നേതാക്കൾ. അതിലേറ്റവും പ്രധാനം സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് തന്നെ ചിത്രം പങ്കുവച്ച് രംഗത്ത് വന്നു എന്നതാണ്. ശ്രീമതി ഇന്ദിരാ ഗാന്ധി is the real and only architect of India post independence and until her demise. ഇതൊരു പൗരനെന്ന നിലയ്ക്ക് ആയമ്മ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫേർട്സ്, അതിൻ്റെ റിസൾട്ട്, ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാ. അട്രിബ്യൂഷൻ, സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം. എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ. എൻ്റെ ശത്രു പാർട്ടിയാണ്, എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. എവിടെയാണ് ഇത് തെറ്റാവുന്നത്? എൻ്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും. എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവുമാണ്. ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രശാന്ത്, ഈ വിശദീകരണം പക്ഷേ ആർ.എസ്.എസ് ബി.ജെ.പി നേതൃത്വത്തിന് ദഹിക്കുന്നുണ്ടോ? അവർ സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും പ്രധാനം സംഘടനാ ചുമതലയുള്ള ആർ.എസ്.എസിൽ നിന്ന് ബി.ജെ.പിയുടെ സംഘടനാ ചുമതല ഏൽപ്പിക്കപ്പെട്ട കെ സുഭാഷ് തന്നെ ചിത്രം പങ്കുവച്ച് രംഗത്ത് വരുന്നു. ഭാരതാംബ എന്ന ആർ.എസ്.എസുകാർ വിശ്വസിക്കുന്നത് എന്തിനെയാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ വാദങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. രതീഷ്, വളരെ വ്യക്തമാണ്. കാരണം സുരേഷ് ഗോപിയുടെ വിശദീകരണം, അതായത് ഇന്നലെ താൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെ ഭാരതാംബ എന്ന് പറഞ്ഞതല്ല, കരുണാകരൻ കോൺഗ്രസ്സുകാരുടെ പിതാവ് എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന് പറയുന്ന പോലെ ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി, അത് കോൺഗ്രസിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നതാണ് താൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ഒരു തരത്തിലും തെറ്റ് പറ്റിയിട്ടില്ല, താൻ മനസ്സിൽ ഉദ്ദേശിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോഴും ഇന്നലെ തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്ന് രാവിലത്തെ വിശദീകരണത്തിന് ശേഷമാണ് ബി.ജെ.പിയുടെ സംസ്ഥാനത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള കെ സുഭാഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അദ്ദേഹം കവർ പേജ് ആക്കിയിരിക്കുന്നത് അഖണ്ഡ ഭാരതത്തിൽ ഭാരതാംബയുടെ ചിത്രമുള്ള ഫോട്ടോയാണ് കവർ പേജ് ആക്കിയിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ വിശദീകരണത്തിന് ശേഷമാണ് ഈ ഫോട്ടോ കവർ പേജ് ആക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, ബി.ജെ.പിയുടെയോ മറ്റ് മുതിർന്ന ആർ.എസ്.എസ് നേതാക്കളൊന്നും തന്നെ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊന്നും നടത്തിയിട്ടില്ല. സുരേഷ് ഗോപിയുടെ ഈ വിശദീകരണത്തിന് ശേഷം ആണ് കെ സുഭാഷ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഈ വാചകം വന്നതിന് ശേഷം, അതായത് ഇന്ദിരാഗാന്ധി ഭാരതാംബയാണ് എന്ന ഭാരതമാതാവാണ് എന്ന ഈ വാക്ക് വന്നതിന് പിന്നാലെ പല ബി.ജെ.പി ആർ.എസ്.എസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും ഔദ്യോഗിക കേന്ദ്രങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് സുരേഷ് ഗോപിയുടെ വിശദീകരണം വന്നതിന് ശേഷം കെ സുഭാഷിൻ്റെ ഈ കവർ പേജ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്തുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഭാരതമാതാവ്, അല്ലെങ്കിൽ ആർ.എസ്.എസിൻ്റെയും ബി.ജെ.പിയുടെ എല്ലാ സങ്കല്പത്തിലെ ഭാരതമാതാവ് എന്താണ് എന്നതിൻ്റെ വിശദീകരണം തന്നെയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഇന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധി എന്നാൽ ഇന്ത്യയിലെ, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏക ആർക്കിടെക്റ്റാണ്, ശില്പിയാണ് അവർ മരിക്കുന്നത് വരെ എന്ന കാര്യം അടക്കം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് ഇന്ദിരാഗാന്ധിയെ പ്രകീർത്തിക്കുന്നതിന് കൂട്ടുപിടിക്കുന്നത് നരേന്ദ്രമോദി അടക്കം ഇന്ദിരാഗാന്ധിയെ ഉരുക്കു വനിത എന്നെല്ലാം വിശേഷിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. നരേന്ദ്രമോദിയുടെ കാലത്താണ് പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയത് എന്ന വ്യാപകമായ ക്യാമ്പയിൻ ബി.ജെ.പി മുന്നോട്ട് വെച്ചൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന് പിന്നാലെയാണ് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബി.ജെ.പിയും ആർ.എസ്.എസും ഏതരത്തിലായിരിക്കും ഇതിനോട് കൂടുതലായി ഇനി പ്രതികരിക്കുക എന്നതുമൊക്കെ വളരെ പ്രധാനമാണ്.